ഈ മാണിക്യച്ചെമ്പഴുക്ക എന്നുള്ള ഒരു വരിക്കകത്ത് ഇത്രയും ലേയേഴ്സ് പോയിട്ടുണ്ടായിരുന്നു എന്നുള്ളതിന് അതിനുള്ള വർക്ക് എത്രമാത്രം നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു? അതിന് അത്യാവശ്യം വർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം വെച്ചാൽ അതും ഈ പറഞ്ഞ ഒരു സുഹൃത്ത്, അതൊരു ഫ്രണ്ടാണ് എന്നോട് ഇങ്ങനെ പറയുന്നത്, ഐഡിയ അല്ല ഇതിനെ പറ്റി ചെയ്യാം, മാണിക്യച്ചെമ്പഴുക്ക ഇങ്ങനെ ഒരു ട്രോള് വന്ന മാണിക്യച്ചെമ്പഴുക്ക എന്ന് പറഞ്ഞുകൊണ്ട് വലിയ എന്തോ സംഭവമാണ് വിചാരിച്ചിട്ട് എൻ്റെ അർത്ഥം പറഞ്ഞാൽ ഞാൻ എന്നത്രേ ഉള്ളൂ, അർത്ഥത്തെ പറ്റി പറയുന്നില്ല. അപ്പൊ ഇത് വെച്ചോളം ചെയ്തു വിടാന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ ഈ ഒരു സംഭവം ചെയ്തത്. അപ്പൊ ചെമ്പഴുക്ക ആദ്യം പറയണമല്ലോ. അപ്പൊ ചെമ്പഴുക്ക എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇത് ഈ പറഞ്ഞ പോലെ ചുവന്ന് പഴുത്ത അടക്ക എന്നുള്ള അർത്ഥമുള്ളൂ എന്ന് പറയുമ്പോൾ തീർന്ന് ഇത്രേ ഉള്ളൂ. അപ്പൊ മാണിക്യച്ചെമ്പഴുക്ക, അപ്പൊ മാണിക്യച്ചെമ്പഴുക്ക വേറെ എന്തെങ്കിലും ആയിരിക്കും എന്ന് പറഞ്ഞൊരു സംഭവം വരും. മാണിക്യച്ചെമ്പഴുക്ക ഈ പറഞ്ഞ നമ്മൾ ആ യൂസ് ചെയ്യുന്ന കളർ വെച്ചിട്ട് യൂസ് ചെയ്യുന്നത് മാണിക്യം പോലെ എന്നുള്ള അർത്ഥത്തിലാണ് സൂര്യനെ കാണിക്കാൻ വേണ്ടി പറയുന്ന ഒരു സംഭവം എന്നുള്ളതേ ഉള്ളൂ. അപ്പം അതിലും ഈ പറഞ്ഞ പോലെ ഈ പേരിൽ ചില ഈ ചെടികൾ, നമ്മുടെ ഈ അലങ്കാര ചെടികൾ ഈ ചില നാടുകളിൽ മാത്രം അങ്ങനെ വിളിക്കുന്നുണ്ട്. അപ്പൊ അതാണ് മാണിക്യച്ചെമ്പഴുക്ക എന്ന ആൾക്കാർ, ഇതിനെയാണ് മാണിക്യച്ചെമ്പഴുക്ക എന്ന് പറയുന്നത്. അത് ശരിക്കും വെളിയിൽ നിന്നൊക്കെ ബ്രസീലിൽ നിന്നോ അങ്ങനെ അല്ല, അത് അമേരിക്കൻ കൺട്രീസ് അങ്ങോട്ട് വന്നിട്ടുള്ള ഒരു അലങ്കാര ചെടിയായി സംഭവം. നമ്മുടെ നാട്ടിലൊക്കെ ഇംഗ്ലീഷ് പേരാണ് വിളിച്ചോണ്ട്, ഇവരുടെ നാട്ടിൽ തന്നെ മിച്ചർ കായ എന്നോ അങ്ങനത്തെ പറയുന്നത്. അപ്പം ഈ അങ്ങനെ ഒരു സാധനത്തിന്റെ റീജിയണൽ ആയിട്ട് ആൾക്കാർ കൊടുത്ത, ക്രിയേറ്റീവ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ കൊടുത്തൊരു പേരാണ് ഈ പറഞ്ഞ പോലെ മാണിക്യച്ചെമ്പഴുക്കന്റെ കളർ വെച്ചിട്ട്. ശരിക്കും മാണിക്യച്ചെമ്പഴുക്ക എന്ന് പറയുന്നത് ഈ സാധനം, ഈ ചെടി ഈ നാട്ടിൽ വരുന്നതിന് മുമ്പേ ഉണ്ടായ ഒരു പേരാണ്. അപ്പൊ അത് അടക്കയെ വെച്ച് തന്നെ ഉണ്ടായ സംഭവമാണ്. സൂര്യനെ അങ്ങനെ വിളിക്കാൻ വേണ്ടി അടക്ക പോലെ ചോന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് സൂര്യനെ നാടൻ പാട്ടുകളൊക്കെ ഉപയോഗിച്ച് വന്നൊരു സംഭവമാണ്. ഈ വാക്കുകളോടുള്ള ഈ കൗതുകം ഇദ്ദേഹത്തെ പോലെ തന്നെ താങ്കൾക്കുണ്ടോ? എനിക്കില്ലായിരുന്നു. പക്ഷെ ഇത് തുടങ്ങിയ പിന്നെ ഞാനാണല്ലോ വീഡിയോ എടുക്കുന്ന ആള്. അപ്പൊ ഞാനും അപ്പ അന്നേരമായിരിക്കും കേൾക്കുന്നത്. വിവി നല്ലോണം ഇരുന്ന് വായിച്ചും റിസർച്ച് ചെയ്തൊക്കെ ചെയ്യുന്നേ. അതിലൊന്നും എനിക്കൊരു പങ്കുമില്ല. വീഡിയോ എടുക്കുമ്പോ ഞാൻ പല വീഡിയോസിൽ എന്റെ ഒറിജിനൽ ആയിട്ടുള്ള അങ്ങനെ തന്നെ വന്നു പോയിട്ടുണ്ട്. അപ്പം പിന്നെ നമുക്ക് കൗതുകമാണല്ലോ. പിന്നെ ഞാൻ തന്നെ ഓരോന്നെല്ലാം ചോദിക്കും വിവിനോട്. അപ്പം വിവി അതിന്റെയൊക്കെ റിസർച്ച് ചെയ്ത് പറഞ്ഞു. അങ്ങനെ മണ്ടടിച്ചു പോയ വാക്കാണ് ഈ മഞ്ജീര ശിഞ്ചിതം. നീൽമിഴി അങ്ങനെയായിരുന്നു, നീൽമിഴി പീലിയിൽ. അപ്പൊ നീർമിഴിയാണല്ലോ പാട്ട് കേട്ട്. ഇപ്പൊ യേശുദാസ് പാടിയിരിക്കുന്ന പാട്ടിനകത്തെ വാക്ക് അതല്ല, ഇതാണെന്ന് നമ്മൾ പറയുമ്പോൾ അതാണെന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. നീർമിഴി അല്ല നീൽമിഴിയാണ് ശരിക്കുള്ള വാക്ക്, പാടിയപ്പോ തെറ്റിയതാണ് സംഭവം. അത് അങ്ങനത്തെ ഒരു ഇതായിരുന്നു ഈ മഞ്ജീര. മഞ്ജീര സിംഗ് ചെയ്ത് ശരിക്കും നമ്മൾ അങ്ങനെ ഒരു സംഭവം ചെയ്യുക, അതിനകത്തൊരു ഇത് വന്നു. കാരണം ഈ വീഡിയോസ് ചെയ്തു തുടങ്ങി ഇതിന്റെ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞത്, ഇതിന്റെ ക്ലിക്ക് ആയതും നല്ല ആൾക്കാർ ശ്രദ്ധിച്ചതെന്ന് പറഞ്ഞത് ഇതിന്റെ ഒരു പാറ്റേൺ ആണ്. ഇതിന്റെ ടെംപ്ലേറ്റ് അങ്ങനെയാണല്ലോ. അപ്പൊ വിവി എന്ന് വിളിച്ചിട്ട് അങ്ങനെ ചോദിച്ചാൽ ആ ഒരു പാറ്റേൺ ആണല്ലോ. അപ്പം എല്ലാം ഇപ്പൊ ഒരു പെൺകുട്ടി ഒരു ആണിനോട് ചോദിച്ചിട്ട് ഒരാണ് പെൺകുട്ടിയെ ഉദ്ബോധിപ്പിക്കുന്ന രീതിയിലാണെന്ന് പറഞ്ഞാൽ ആ രീതിയിൽ കമന്റ് ഒക്കെ ആ സമയത്ത് വലിയ കാര്യമായിട്ടൊന്നുമില്ല, 1-2 വന്നില്ല. പക്ഷെ 1-2 ആ സമയത്ത് നമ്മൾ അത് ശ്രദ്ധിക്കുകയും ചെയ്തു. ഇങ്ങനെ ഒരാളെ കണ്ട് അങ്ങനെ കമന്റ് ഇട്ടുള്ളൂ. പക്ഷെ നമ്മളിപ്പോഴും ഓർക്കുന്നുണ്ട്. അന്നിപ്പോ നമ്മൾ അതിനൊരു മറുപടി എന്നുള്ള രീതിയിൽ ചെയ്തതാണ്, അതിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്താണ്. ഈ മഞ്ജീര ചിഞ്ചിതം പറയുമ്പോൾ ഞാൻ ഇങ്ങനെ ഇവിടെ പറഞ്ഞു കൊടുക്കാൻ പോകുന്നു. അപ്പൊ ഇവള് പറഞ്ഞത് എനിക്കറിയാം, അതിന് വേണ്ടിട്ട് മറുപടി ചുമ്മാ ചെയ്തതാണ്. മഞ്ജീരത്തിന്റെ സിഞ്ചിതം എന്ന് പറഞ്ഞാൽ നമ്മുടെ പോലീസിന്റെ അല്ലെങ്കിൽ ചിലങ്കയുടെ ഒക്കെ കിലുക്കം. ശബ്ദധാരാവലിയായിട്ട് ബന്ധമുണ്ട്. ഡിക്ഷണറികളാണ് നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ വായിക്കുന്ന ദിവസം ഡിക്ഷണറിയാണ്. പിന്നെ ഡിക്ഷണറി മാത്രം വായിച്ചാൽ നമുക്ക് ജസ്റ്റ് ഒരു ഉത്തരം ഇത് മാത്രം നമുക്ക് കിട്ടണമെന്നില്ല. ഇപ്പം പല സാധനങ്ങൾക്ക് നമുക്ക് ഇപ്പം ഈ വലാകയെ പറ്റിയിട്ട് നമ്മൾ ചെയ്തത്, വലാകയെ പറ്റിയിട്ടൊക്കെ ആയിരുന്നു വലിയ റിസർച്ചുകൾ വേണ്ടി. കാരണം ഡിക്ഷണറിയിലൊക്കെ നമുക്ക് വെള്ളരി പക്ഷി എന്നൊക്കെ പറഞ്ഞതിലും ഒരു വാക്കേ കാണുള്ളൂ. അതുകൊണ്ടൊന്നും ആവില്ല, അത് ഏത് പക്ഷിയാന്ന് നോക്കിയാൽ ഒന്നും ആവില്ല. പിന്നെ വനവലാകം വന്നു. അപ്പൊ ആ സമയത്ത് അതിന്റെ പുറകെ പോയത് വലിയ റിസർച്ച് തന്നെയാണ്. കാര്യമായ രീതിയിൽ നമുക്കൊരു അത്യാവശ്യം കുറെ നാള് നീണ്ടുന്ന റിസർച്ച് എടുക്കാം. അന്ന് പിന്നെ അത് രസമായിരുന്നു ഇങ്ങനെ ചെയ്ത് പോകാനായിട്ടുള്ള ഒരു കണ്ടുപിടിക്കുമ്പോൾ നമ്മളത് കണ്ടുപിടിച്ചു എന്ന് പറയുന്നൊരു കിക്ക് ഉണ്ടല്ലോ, അതിന് വേണ്ടിട്ട് ഇങ്ങനെ പോകാറ്. കുറച്ച് കട്ടുകട്ടി മലയാളം വാക്കുകൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. പെട്ടെന്ന് കഴിഞ്ഞാൽ വലിയ പാടായിരിക്കും. കാരണം ഞാൻ എപ്പോഴും പറയാം, ഇത് ഡയറക്റ്റ് വന്ന് ചോദിക്കുമ്പോൾ അപ്പൊ പറയാനായിട്ട് അറിയാം. നമ്മൾ കണ്ടന്റ് ക്രിയേറ്റർ ആണല്ലോ, നമ്മൾ നോക്കിയിട്ടും പഠിച്ചിട്ടുമാണല്ലോ പലതും ചെയ്യുന്നത്. അതുകൊണ്ട് അറിയാവുന്ന ഇത് വേണമെങ്കിൽ ഉപയോഗിക്കാം കണ്ടന്റ് മെറ്റീരിയൽ ആയിട്ട്. ജഡുതി എന്നുള്ളത് ധൃതിക്ക് പറയുന്നല്ലേ? ശരി. കബന്ധം തല വെട്ടിക്കളഞ്ഞ ശരീരം, തലയില്ലാത്ത ശരീരം. ഓക്കെ. പ്രാചണ്ഡ പ്രാചീനമായിട്ട് ബന്ധപ്പെട്ടതാണോ? അല്ല പ്രചണ്ഡ അല്ല, പ്രാചണ്ഡ ഒരു വാക്ക് തന്നെയാണ്, കംപ്ലീറ്റ് വേർഡ് ആണ്. പ്രാചണ്ഡ കറക്റ്റ് എന്തെങ്കിലും എനിക്കറിയില്ല. അതിഭയങ്കരമായ. ഓക്കെ. ദൃഷ്ടിഗത കാണുന്ന അതല്ലേ ഉദ്ദേശിക്കുന്നത്? ദൃഷ്ടിഗത മുന്നിൽ വന്നാണ് കണ്ടതാണോ, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? വേവ് ലെങ്ത്, നമ്മളുടെ കാഴ്ച പരിമിതിയിൽപ്പെട്ടതിന്. ഇതൊന്നും മലയാളം അല്ല എന്നുള്ളതാണ് സംസ്കൃതമാണ്. ധരുണം ധരുണമാണോ? ധനത്തിന്റെ
ധരുണം രുണം, ഇല്ല എനിക്കറിയില്ല കേട്ടോ ധരുണം. ബേസ്മെന്റ്, അടിത്തറ. കാര്യം എന്താ വെച്ചാൽ ഈ ടൈപ്പ് വാക്കുകൾ നമുക്ക് യൂസ് ചെയ്യേണ്ടേ വരത്തില്ല, അതുകൊണ്ട് നമ്മൾ നോക്കാറില്ല. കാരണം ഈ ധരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇട്ടാൽ തന്നെ ആരും നോക്കത്തില്ല, പിന്നെ പ്രത്യേകിച്ച് നമ്മൾ യൂസ് ചെയ്യത്തില്ല ഇത്തരം വാക്കുകൾ, അതുകൊണ്ട് ആ ഒരു ഏരിയയിലേക്ക് നമ്മൾ പോകാറുമില്ല. റിലേറ്റ് ചെയ്തായിരിക്കും അല്ലേ അത് ധരണി. ഇപ്പൊ നമുക്ക് കൂടുതൽ പോകുന്ന ഭൂമിയുമായി ബന്ധപ്പെട്ടിട്ട് ക്നാപ്പൻ ഇട്ടാൽ നമുക്ക് പോകും കൂടുതലായിട്ടെന്ന് വെച്ചാൽ നമുക്ക് പോകുന്നതിന് മാത്രമല്ല, കണ്ടന്റിന് ഇത് മാത്രമല്ല, നമുക്ക് ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ രസമുണ്ട്. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനം. ഇപ്പൊ ഈ പാതാളക്കരണ്ടിക്ക് പാതാളക്കരണ്ടി എന്തുകൊണ്ടാ വന്നിട്ടുണ്ടെന്ന് ആലോചിച്ചിട്ടുണ്ടോ? ആദ്യം ഞാൻ ആലോചിച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് കറക്റ്റ് ഒരു സംഭവം കിട്ടില്ല. താഴെ ഈ ആഴത്തിലേക്ക് പോകുന്നതുകൊണ്ട് അങ്ങനെ ആയിരിക്കും മിക്കവാറും. അത്ര കാരണം പാതാളത്തിലേക്ക് പോയി എടുക്കുന്നു എന്നുള്ള ഒരു കോൺസെപ്റ്റിലായിരിക്കും അത് വന്നിട്ടുണ്ട്. ഈ ഡെയിലി ലൈഫിൽ നിങ്ങൾ ഉപയോഗിക്കുന്നത് അങ്ങനെ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് നിന്ന് കണ്ടുപിടിച്ചതായിട്ടുള്ള വാക്കുകൾ ഏതൊക്കെയാ? ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന നമ്മുടെ നാട്ടിൽ വീട്ടിലൊക്കെ എപ്പോഴും പറയുന്നത് വലിയ വളരെ വലുപ്പമുള്ള എന്തെങ്കിലും വണ്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ പടപണ്ടാരം പോലത്തെ വണ്ടി കൊണ്ടിട്ടേക്ക് നമുക്ക് കടക്കാൻ വയ്യാന്ന് പറയും. ഇത് അമ്മയും അച്ഛനും വീട്ടിലെല്ലാവരും യൂസ് ചെയ്യുന്ന വാക്കാണ്, ഞാനും ഉപയോഗിക്കാറ്. പക്ഷെ ഞാൻ ആലോചിച്ചിട്ട് ഇതിൻ്റെ അർത്ഥം എന്താണെന്നുള്ള കാര്യം ഇത് ചെയ്യാൻ തുടങ്ങിയ സമയത്താണ് ഈ പടപണ്ടാരം. അപ്പോൾ പട മനസ്സിലായി, ഭണ്ഡാരം എന്നുള്ളത് ഭണ്ഡാരമാണ്. പടഭണ്ഡാരം എന്നുള്ളത് ഈ പണ്ടത്തെ സൈന്യത്തിന്റെ അവരുടെ ഭണ്ഡാരമാണ്. അവർ ഈ ആയുധങ്ങൾ സൂക്ഷിക്കുന്ന ആയുധപ്പുരയ്ക്ക് പറയുന്ന പേര്. അത് വലിയ വലിപ്പമുള്ളതല്ലേ, അതിൽ നിന്ന് കയറി വന്നൊരു വാക്കായത്. അപ്പൊ അത് നമ്മളിങ്ങനെ പറഞ്ഞ് നമ്മുടെ സംസാര ഭാഷയിലുണ്ട്, പക്ഷെ ഇതിന്റെ അർത്ഥം അറിയില്ലെങ്കിലും എങ്ങനെ വന്നെന്നറിയില്ല, അർത്ഥം അറിയാം, വലിയതെന്തോ ആണ് എന്നറിയാം. ഇത് ഇങ്ങനെ ചില കാര്യങ്ങൾ നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ കിട്ടും. മറ്റെന്തെങ്കിലും ഉണ്ടോ അങ്ങനെ ഇൻട്രസ്റ്റിംഗ്? അതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് ഈ കുതിരപ്പവൻ. അതുപോലെ കുതിരപ്പൻ നമ്മൾ അങ്ങനെ യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ കുതിരപ്പൻ സിനിമയിൽ കേൾക്കുന്നില്ല. കുതിരപ്പവന്റെ സംഭവം ഈ പറഞ്ഞ പോലെ ഈ ബ്രിട്ടീഷുകാർ ഇറക്കിയ കോയിനാണ്. ആ കോയിനിൽ ഈ ഗീവർഗീസ് പുണ്യാളം കുതിരപ്പുറത്ത് ഇരിക്കുന്നത് നമ്മുടെ നാട്ടുകാർ വിളിച്ചാണ് കുതിരപ്പവൻ എന്നുള്ളത്. അതുപോലെ ജോർജ് കുട്ടി എന്ന് വിളിക്കുന്നത്. ഇപ്പൊ ജോർജ് അഞ്ചാമൻ രാജാവിന്റെ ചിത്രമുള്ള നാണയം, അത് ജോർജ് കുട്ടി. അങ്ങനെ അത് പിന്നെ പണത്തിന്റെ പര്യായമായിട്ട് മാറി. ആൾക്കാർ ജോർജ് കുട്ടി വേണമെന്ന് പറയുന്ന രീതിയിൽ യൂസ് ചെയ്യുന്ന രീതിയിൽ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ നമ്മൾ സംസാരം നമ്മൾ തീരം പറയുന്ന കാര്യങ്ങൾക്കകത്തുള്ളത് ഇങ്ങനെ സ്റ്റോറികൾ ഇങ്ങനെ തപ്പിയെടുത്തിട്ടുണ്ട്. പല ഈ സ്ഥലങ്ങൾക്ക് അങ്ങനെ പേര് വന്നതിനെ പറ്റിയിട്ടുള്ള ചിന്തകളൊക്കെ സ്ഥലങ്ങള് അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. ചുരുക്കം ചിലതൊക്കെ നമുക്ക് കിട്ടുള്ളൂ. ചിലതിന് ഈ പറഞ്ഞ പോലെ തന്നെ അതിന് ചിലത് വളരെ ക്ലിയർ ആയിരിക്കും, കൃത്യമായിട്ട് ഇത് ഏതെങ്കിലും സ്ഥലം ഒരാളുടെ പേര് വെച്ചിട്ടൊരു ഒരു സ്ഥലമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. ചിലതിന് ഈ പറഞ്ഞ പോലെ മൾട്ടിപ്പിൾ ആയിരിക്കും വരുന്നത്. ഇപ്പം അതിനകത്ത് തന്നെ പല ആളുകൾ ഇതിൽ ഒരാൾക്ക് മറ്റൊരു അഭിപ്രായം കാണും. അങ്ങനെ പലർക്ക് പല ഒരു വാക്കിനെ പല രീതിയിൽ മുറിക്കാമല്ലോ. ഈ പറഞ്ഞ പോലെ ഇങ്ങനെ വന്നതാവാം അങ്ങനെ വന്നതാവാം എന്ന് പറഞ്ഞാൽ രാമായണം എന്നൊക്കെ പറയുന്ന പോലെ, രാമന്റെ പ്രയാണം, അതെ രാമായണം എന്നുള്ള അർത്ഥത്തിലും പറയാന്ന് പറയുന്ന പോലെ പലർക്കും പലത് കിട്ടും. അതുകൊണ്ട് തന്നെ അത് വലിയ കാര്യം ചെയ്യാറില്ലായിരുന്നു. അതിലേക്ക് പോയി കഴിഞ്ഞാൽ അതൊരു വിവാദ വിഷയം ആയതുകൊണ്ട് ഇത് ഇങ്ങനെയല്ല അങ്ങനെയാന്ന് പറഞ്ഞിട്ട് നമ്മൾ ഊളംപാറ അതൊക്കെ ചെയ്തപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു. ഈ ഊളംപാറ ഊളൻ എന്നുള്ളത് പറഞ്ഞുള്ളൂ. ഊളൻ എന്ന് പറയുന്ന ഒരിടുന്ന ജീവി ഉള്ള സ്ഥലമായിരുന്നുകൊണ്ടാണ് ഊളംപാറ എന്ന സ്ഥലം വന്നത്. ഊളൻ എന്നുള്ളത് നമ്മൾ പറഞ്ഞ് ഭ്രാന്തുള്ള ആളെന്നുള്ള അർത്ഥം കൂടെ ആയി പോയത്. അപ്പൊ അങ്ങനെ അത് വളരെ ലൈറ്റായിട്ട് തൊടാറുള്ളൂ ഞാൻ. ഈ വായനയൊക്കെ ഈ കാലത്ത് മരിക്കുന്നു അല്ലെങ്കിൽ വായനാളുകൾക്ക് കുറയുന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതിനോട് എത്രമാത്രം യോജിപ്പുണ്ട്? വായന മൊത്തമായിട്ട് മരിച്ചു എന്ന് പറയണതാണോ ശരി, അതോ എല്ലാ കാലത്തും അതുണ്ട്, അതിൻ്റെ എണ്ണം കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്, അതൊരു സെലക്റ്റീവ് ആയിട്ടുള്ള ആളുകളിൽ ഇപ്പോഴും നന്നായി നിലനിൽക്കുന്നുണ്ട്? എന്താ നിങ്ങൾ ബിലീവ് ചെയ്യണേ? ഓപ്ഷൻ ബി. അത് തന്നെയാ ബിലീവ് ചെയ്യുന്നത്. കാരണം നമ്മളിപ്പം ഈ റീഡിങ് ചാനൽ ഇറക്കിയതിന് ശേഷം അല്ലെങ്കിലും ബുക്ക് മാർക്ക് ചെയ്യുന്ന സമയത്തെ നമ്മൾ ഇത്രയും അധികം ആൾക്കാർ ബുക്ക് മാർക്ക് എന്തായാലും ഷോക്കേസിൽ വെക്കാൻ ബുക്ക് മാർക്ക് എന്തായാലും അങ്ങനെ വാങ്ങിക്കുന്നവരും ഉണ്ട്. അത് വേറെ കാര്യം. അവര് ഇങ്ങനെ ഗ്രീറ്റിംഗ് കാർഡ് പോലെ ചുമരിൽ ഒട്ടിക്കാനൊക്കെ വാങ്ങിക്കുന്നവരുണ്ട്. പക്ഷെ എങ്കിൽ പോലും ബുക്ക് മാർക്ക് വാങ്ങിക്കാൻ വരുന്നവരാണെങ്കിലും റീഡിംഗ് ചാനൽ വാങ്ങിക്കാൻ വരുന്നവരാണെങ്കിലും ഒരു വലിയൊരു ഓഡിയൻസ് ഉണ്ട് അല്ലെ വായിക്കുന്ന ആൾക്കാരുടെ. അതായത് ഭയങ്കര എന്താ പറയണ്ടേ, ഭയങ്കര ഇഷ്ടത്തോടെ, ഭയങ്കര എന്താ പറയണ്ടേ, ആർത്തിയോടെ ഈ വായനയെ കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ഓരോ ക്ലയൻസിനോട് സംസാരിക്കാൻ നമുക്ക് മനസ്സിലാവുമല്ലോ ഇവരെങ്ങനെയാ പുസ്തകങ്ങളെ കാണുന്നത്. ജസ്റ്റ് വെറുതെ ഇൻസ്റ്റാഗ്രാമിൽ റീലിടാൻ വേണ്ടി പുസ്തകം എടുത്ത് അങ്ങനെയുള്ള ആൾക്കാരല്ല, കുറേ അധികം വായനക്കാരുണ്ട്.